ഹായ് ഹലോ എൻജോയ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട് പണിയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്നും വ്ളോഗാണ് കേട്ടോ, നമ്മുടെ 18ാമത്തെ വ്ളോഗാണ്. അപ്പോൾ വീടിന്റെ ഓരോരോ പണികളും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ നേടിയെടുക്കുന്ന എൻ്റെ ചെറിയ സ്വപ്നം, എൻ്റെ കുഞ്ഞിക്കൂട് നിങ്ങളെയും കൂടെ കാണിക്കാം. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും. അതായത് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ചേച്ചി ഭയങ്കര സന്തോഷമായി, എത്രയും പെട്ടെന്ന് അതിനകത്ത് താമസിക്കാൻ പറ്റട്ടെ, പാല് കാച്ചൽ നടത്തും വിളിക്കണം എന്നൊക്കെ പറഞ്ഞ്. കാരണം എന്നെപ്പോലൊരു സാധാരണക്കാരിക്ക് അതായത് ഇതുപോലെ ഒരു കുഞ്ഞു ലോണാണെങ്കിൽ എടുത്തിട്ട് നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ലോൺ എടുത്തിട്ട് ഒരു ചെറിയ വീട്, വലിയ 1000-1500 സ്ക്വയർ ഫീറ്റ് ഒന്നും അല്ല, അതൊരു ചെറിയ വീടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഒരു മിനിറ്റ് കാണിക്കാം. ഇതാണ് നമ്മുടെ വീടിന്റെ ഇതിപ്പം ഡോർ, ഞാൻ പറഞ്ഞ ഫ്രഞ്ച് ഡോർ എന്ന് പറഞ്ഞൊരു ജനല്, ഫ്രഞ്ച് ഡോർ അങ്ങനെ എന്തോ ഒരു സംഭവം അത് വെച്ചു. പിപ്പോസ് എന്താ പറയണ്ടേ, സിറ്റ് ഔട്ടിന്റെ പണി കഴിഞ്ഞു. പിന്നെ ഇതിപ്പോ ഇവിടെ നമുക്ക് കിണർ കുത്താനുള്ള സ്ഥലമാണ് കേട്ടോ, അതുകൊണ്ടാണ് അവിടുത്തെ മണ്ണെടുത്ത് അകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. മഴ പെയ്ത് വെള്ളം ഇറങ്ങിയിട്ട് മണ്ണെല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെയും മണ്ണെടുത്തിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്ലാബ് വാർത്തത്, അതിന്റെ കാര്യങ്ങൾ. കിച്ചണിൽ ജനൽ വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ടുണ്ട്. അത് അടുക്കളയുന്ന സാധനങ്ങളൊക്കെ ഈ ഡൈനിങ് ഏരിയയിലോട്ട് എന്തിനാണോ എന്തോ എനിക്കറിയില്ല. ഇപ്പൊ സ്റ്റെയറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റെയർ അവരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തറയിൽ കുറച്ചുകൂടെ മണ്ണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. ബാത്റൂം കാര്യങ്ങളെല്ലാം, ബാത്റൂമിന്റെ ഭിത്തി കാര്യങ്ങളെല്ലാം ഫുള്ള് അടച്ചു അവര്. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് കുറച്ച് സിമെന്റ് ചാന്ത് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് ഒരു കുഞ്ഞു ബാത്റൂം, ഇത് ഞങ്ങളുടെ മുറിയിൽ നിന്നുള്ള ബാത്റൂം, അത് മോളുടെ മുറിയിൽ നിന്നുള്ള ബാത്റൂം. അങ്ങനെ 2 മുറിയാണ് കേട്ടോ. താഴത്തെ നിലയിൽ 2 മുറിയാണ്. മേളത്തെ നില ഇപ്പോൾ ഒന്നും പണിയൊന്നും തോന്നുന്നില്ല ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഒരു മുറി 2 ജനൽ വെച്ച്, മോളുടെ മുറിയിൽ 2 ജനലാണ്, ഡബിൾ 2 പാളിയുടെ 2 ജനല്. ഇംഗ്ലീഷൊക്കെ ഇതിനകത്ത് കയറി വരുന്നുണ്ട്, ക്ഷമിച്ചേക്കണം. ഞങ്ങളുടെ മുറിയിൽ 3 പാളിയുടെ ഒരു ജനലും 2 പാളിയുടെ ഒരു ജനലും കേട്ടോ. അവർ കഴിക്കാനായിട്ട് പോയി, ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കുഞ്ഞു വീടാണ്. പണിത് വരുമ്പോൾ പണിത് കഴിഞ്ഞ് തേച്ച് പെയിന്റൊക്കെ അടിച്ച് വരുമ്പോൾ കാണാം. അത് ഇനി ഏത് കാലത്തും നടക്കത്തില്ല, അറിയത്തില്ല. നല്ല പൊരി വെയിലാണ് കേട്ടോ. ആകാശത്തിന്റെ ഭംഗിയുണ്ടോ, നല്ല സീനറിയിലൊക്കെ കാണുന്ന പോലെ സൂപ്പർ അല്ലേ. എല്ലാ മഴക്കാർ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കേറി വരുന്നുണ്ട്. ഞാനിവിടെ ഈ വെയിലത്ത് ഈ ഒരു വട്ടച്ചോട്ടി ഇരിക്കുന്നത് കണ്ടത്, അതിന്റെ ചോട്ടി ഇരിക്കുകയാണ്. ഇതെല്ലാം ദൈവം നടത്തിയില്ലേ, ഇതും തക്ക സമയത്ത് ദൈവം നടത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു കേട്ടോ. എന്റെ ദൈവം വലിയവനാണ്. കാരണം എന്നെ ഒരിടത്തും എന്നെ കൈവിട്ടിട്ടില്ല. എന്റെ എല്ലാ അവസ്ഥകളിലും എന്റെ ദൈവം എന്റെ കൂടെ നിന്ന്. പലരും കൈവിട്ട്, പലരും ഉപേക്ഷിച്ച്, പലതും പറയുന്ന സമയത്ത് എന്റെ ദൈവത്തിന്റെ ഒരു കരം എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ്. കട്ടയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടയൊക്കെ ഇറക്കണം. കട്ടയെല്ലാം തീർന്നു. നെറ്റിലുണ്ട്, പാറപ്പൊടി കിടപ്പുണ്ട്, സിമെന്റ് ഇരിപ്പുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ മൊത്തം കാടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം പശുവിനെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു കമന്റെങ്കിലും ഇടണം കേട്ടോ. ലൈക്ക് അടിക്കുന്നതിനൊപ്പം ഒരു കമന്റെങ്കിലും ഇടുവാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഒന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി, എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. താങ്ക് യു.